ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേദ്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. പക്ഷേ ഈ ഇഡ്ഡലിക്ക് നമ്മൾ അരിയോ ഉഴുന്നോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. റവ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല പൂ പോലുള്ള റവ ഇഡ്ഡലി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ വേണ്ടുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് റവ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് ഇല്ലെങ്കിൽ മോര് ചേർത്താലും മതി. അപ്പോൾ റവയുടെ അത്രയും ക്വാണ്ടിറ്റി തന്നെ തൈര് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഞാനിപ്പോൾ അത്രയും ചേർക്കുന്നില്ല. ഏകദേശം ഒരു 5 സ്പൂൺ തൈരാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കട്ട തൈരായതുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ച് ചേർത്തത്. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് കുറച്ചുകൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ അത്രയും തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി നമ്മളുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമ്മുടെ മാവ് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്താൽ മതി കേട്ടോ. കാരണം കൂടുതൽ ലൂസ് ആവരുത് നമ്മളുടെ ബാറ്റർ. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരുന്നാലും നമ്മളുടെ ഇഡ്ഡലി കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വരുള്ളൂ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയോട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ഈനോ ഉണ്ടല്ലോ, ഈനോ അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ജസ്റ്റ് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ. നമ്മളുടെ ഇഡ്ഡലി പെട്ടെന്ന് ഇത് കുക്കായതിന് ശേഷം ഇളവി വരാനായിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും ജസ്റ്റ് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇത് നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു അളവിന് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കുക്കായി വരുമ്പോൾ ഇതൊന്നുകൂടി വലുതായി ഒന്ന് പൊങ്ങി വരുമല്ലോ. അപ്പം നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഈ ഒരു അളവിന് ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഇഡ്ഡലിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റവ ഇരിപ്പുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. അതുപോലെ തന്നെ നമുക്ക് പച്ച റവയാണെങ്കിലും വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഏത് റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എടുത്ത ആ മാവിൻ്റെ അളവിന് നമുക്ക് 9 ഇഡ്ഡലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് റവ എടുത്താൽ തന്നെ, കാരണം ഇതൊന്ന് കുറുകി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 9 എണ്ണമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനി നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് മതിയാവട്ടോ ഇത് കുക്കായി വരാനായിട്ട്. നമുക്കപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഇഡ്ഡലി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നോന്നറിയാൻ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് പെട്ടെന്ന് ഇളകി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കണ്ടോ. നല്ല പതുങ്ങുന്നത് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമ്മളിപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നല്ല ചട്നിയുടെ കൂടെ ആയാലും സാമ്പാറിൻ്റെ കൂടെ ആയാലും ഒക്കെ
കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്